ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ വചനങ്ങൾ സ്വീകരിച്ച് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന വചന ശുശ്രൂഷ. ദൈവപരിപാലനയുടെ വചനങ്ങൾ അനുനിമിഷം നമ്മളെ തേടിയെത്തുകയാണ്. ദൈവാനുഗ്രഹം വചനത്തിൻ്റെ ശക്തിയാൽ നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നു. ഈ നിമിഷം ദൈവവചനം ശ്രവിക്കാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 20, വാക്യങ്ങൾ 29 മുതൽ. അവർ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളനിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈശോനാഥൻ 2 അന്ധന്മാർക്ക് കാഴ്ച നൽകുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുകയാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവരാണ് ഈ 2 അന്ധന്മാരെന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. കാരണം ഈശോനാഥൻ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. ഈ ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം ഈശോനാഥൻ നടന്നു നീങ്ങുമ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന 2 അന്ധന്മാര് ഈശോയുടെ പക്കല് നിലവിളിക്കുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട്, ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ട്, ദൈവിക ശക്തിയാൽ നിറയപ്പെടാനായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭയത്തിൻ്റെ ദുരാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ഭയത്തിൻ്റെ ദുരാത്മാവ് നമ്മളിൽ വസിക്കുന്നത് ഒന്ന് തിരിച്ചറിയാനായിട്ട് ഈ നിമിഷം നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. ഈ അന്ധയാചകന്മാരെ ഒന്ന് നോക്കിക്കേ. അവർ ഈശോനാഥൻ വലിയ ജനക്കൂട്ടത്തോടു കൂടെ വലിയ ആരവത്തോടു കൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ചെവിയിൽ എത്താൻ പാകത്തിന് അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. ചുറ്റും നിന്നവർ അവരെ ശാസിക്കുകയാണ്. അവർ ഭയന്ന് പിന്മാറുകയല്ല. എന്താ എന്ന് കൂടുതൽ ഉച്ചത്തിൽ അവർ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയമുള്ളവരാണോ? പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തിൽ ഭയമുള്ള വ്യക്തികളാണോ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ? തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട്, ദൈവസന്നിധിയിലേക്കൊന്ന് കരമുയർത്താനായിട്ട്, ദൈവസന്നിധിയിൽ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാനായിട്ട്, ഒന്ന് അധരം തുറന്ന് ദൈവത്തെ വിളിക്കാനായിട്ട് ജീവിതത്തിൽ ഭയമുള്ള വ്യക്തികളാണോ ഞാനും നിങ്ങളും? നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒന്ന് ചോദിച്ചു നോക്കണം, ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒന്ന് പരിശോധിച്ചു നോക്കണം. ഈ ദിവസം
ദേവാലയത്തിലായിരിക്കുമ്പോൾ കരമൊന്നുയർത്തി എൻ്റെ ഈശോയെ എന്നൊന്ന് ദിവ്യകാരുണ്യ നാഥനെ നോക്കി ഒന്ന് വിളിക്കാനായിട്ട്, അധരം തുറന്നൊരു പ്രാർത്ഥന ചൊല്ലാനായിട്ട്, അധരം തുറന്നൊരു ഗാനം ആലപിക്കാനായിട്ട്, എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ ചെവികളിൽ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം മന്ദരിക്കുന്ന പോലെ, എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ ചെവികളിൽ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ജീവിതം ചിന്തിച്ചു നോക്കണം. ഈ ഭയത്തിൻ്റെ ദുരാത്മാവ് കയറിയത് കൊണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തെ പലപ്പോഴും തകർക്കുന്ന അവസ്ഥകളല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപരൻ എന്തു പറയും, അപരൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവരോട് എന്നെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയും തുടങ്ങിയ ഭയത്തിൻ്റെ ചിന്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റാതെ പോകുന്നൊരവസ്ഥ. വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ആത്മീയ മേഖലയിൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. എത്രമാത്രം ഈ ഒരു ഭയത്തിൻ്റെ ദുരാത്മാവ് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാമത്തെ അധ്യായം 14-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഒന്ന് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്ന വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ തമ്പുരാന്റെ സന്നിധിയിലേക്ക് അടുക്കാനായിട്ട് ജീവിതത്തിൽ ഭയമാ. ജീവിതത്തിൽ ഭയമാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു. ആ വ്യക്തി പറഞ്ഞു, അച്ഛാ, ഞാൻ ഇത്രമാത്രം വിഷമതകളും വേദനകളും അനുഭവിക്കുക. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? നിങ്ങൾക്ക് ജീവിതത്തിൽ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു മറുപടി എന്നെ അതിശയിപ്പിച്ചു. ഞാൻ കരഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്നെക്കുറിച്ച്? മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്നെക്കുറിച്ച്? പ്രിയമുള്ള ദൈവജനമേ, ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തു തോന്നും? ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പൊട്ടിക്കരയാനായിട്ട്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ജീവിതത്തിൽ ഞാൻ ഭയത്താൽ അടിമപ്പെട്ടു പോയത് മൂലം സാധിക്കാതെ പോകുന്നുണ്ടോ? ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ അന്ധയാചകന്മാര് അവരെ പലരും ഭയപ്പെടുത്തിയപ്പോഴും അവരെ ഭയത്തിന്റെ ദുരാത്മാവിനെ തട്ടിമാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിലവിളിക്കാനായിട്ട് ജീവിതത്തിൽ അവർ തയ്യാറായപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈശോനാഥൻ അവരുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കാഴ്ച വീണ്ടും കിട്ടണം, ഞങ്ങൾക്ക് കാഴ്ച വീണ്ടും കിട്ടണം. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഒന്ന് സമർപ്പിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഞാനൊന്ന് സമർപ്പിക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. പ്രിയമുള്ള ദൈവജനമേ, അത് വലിയൊരു വെല്ലുവിളിയായി ഈ ആധുനിക കാലഘട്ടത്തിൽ. അതൊരു ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയാന്ന് പറയാൻ കാരണം, തമ്പുരാൻ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന നിമിഷം ഒരു മറുപടി കൊടുക്കാനായിട്ട് ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്ന നിമിഷം തന്നെ അവൻ്റെ സന്നിധിയിലേക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട്, ദൈവമേ എൻ്റെ ആവശ്യം ഇതാണെന്ന് എൻ്റെ ദൈവത്തോട് പറയാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധിക്കണം. വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 4-5 വചനങ്ങൾ ഇപ്രകാരം പറയുകയാണ്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ മാത്രം പോരാ, മറിച്ച്
മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കണം. എത്രമാത്രം ഈ ഒരു ആഴപ്പെടുന്ന വിശ്വാസത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ചേർത്ത് വെക്കുന്നു. വീണ്ടും നോക്കിക്കേ, ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കിക്കേ. അവരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഈശോ അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഈശോ ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ഭയം കൂടാതെ അവർ വിളിച്ചതുകൊണ്ടല്ലേ. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം നമ്മളും ചിന്തിച്ച് നോക്കിക്കേ. ഒരു നന്മ ചെയ്യാൻ പോലും ഭയമുള്ളവരല്ലേ നാം ഓരോരുത്തരും. ഒരു നന്മ ചെയ്യാൻ പോലും ജീവിതത്തിൽ ഭയം എന്നെ പുറകോട്ട് വലിക്കുമല്ലേ. ഇന്ന് ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും ഈ ഭയത്തിൻ്റെ ദുരാത്മാവാ. മാതാപിതാക്കൾക്ക് മക്കളെ ഭയം, മക്കൾക്ക് മാതാപിതാക്കന്മാരെ ഭയം, സമൂഹങ്ങളിലായിക്കോട്ടെ ജീവിക്കുന്നവർക്ക് അധികാരികളെ ഭയം, ചുറ്റുപാടിനെ ഭയം, അല്ലെങ്കിൽ മറ്റു പലരെയും ഭയം. ഈ ഭയത്തിൻ്റെ ദുരാത്മാവ് ഇങ്ങനെ കയറിയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു നന്മ ചെയ്യാൻ പോലും ജീവിതത്തിൽ സാധിക്കുന്നില്ല. ഈശോയുടെ ജീവിതത്തിൽ ഈ ഭയമില്ലാത്തത് കൊണ്ടല്ലേ ഈശോനാഥൻ ജെറുസലേമിൻ്റെ വഴിമധ്യേ നടന്നുകൊണ്ട് ഒരു മടിയും കൂടാതെ നന്മ ചെയ്തത്. ഈശോനാഥൻ ജെറുസലേമിൻ്റെ വഴിയരികെ നിന്നുകൊണ്ട് ഒരു മടിയും കൂടാതെ നന്മ ചെയ്തത്. അപരൻ എന്നെക്കുറിച്ച് എന്തു പറയുമെന്നുള്ള ഭയത്തിൻ്റെ ദുരാത്മാവ് എന്നെയും നിങ്ങളെയും വേട്ടയാടുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും വേട്ടയാടുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ജീവിതയാത്രയിൽ പ്രതിബന്ധങ്ങൾ പല രീതിയിൽ കടന്നു വരാറുണ്ട്. ഒരു വ്യക്തിപരമായൊരു അനുഭവം പറഞ്ഞാൽ, കുറച്ചു കാലം മുമ്പ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, അച്ഛാ, ഈ നടന്നു പോകുന്ന വഴികളിലൊക്കെ ആൾക്കാർ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴും പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ പറയുമ്പോഴും അച്ഛന് അവരോട് ആശ്രമത്തിലേക്ക് വരിക, അല്ലെങ്കിൽ പള്ളിമുറിയിൽ വരിക, അവരോട് വെച്ച് സംസാരിക്കാമെന്ന് പറയത്തില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ അവിടെ നിന്ന് തന്നെ അവർ പറയുന്നത് കേൾക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിതിൻ്റെ അകത്ത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർ പറയുന്നത് കേട്ടു, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അനുഗ്രഹം കൊടുക്കുന്നത് ഞാനല്ല, മറിച്ച് ദൈവമാണ്. ഞാനല്ല, മറിച്ച് ദൈവമാണ്. അവർ നിയോഗം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവൻ കണ്ടു എന്ന് വെച്ചുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അതൊരു പ്രശ്നമല്ല. പ്രശ്നമെന്ന് പറയുന്നത് അത് മറ്റൊരാൾക്കാണ് ജീവിതത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഏത് നിമിഷവും എന്ത് സംഭവിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തയ്യാറാകണം. അത് തയ്യാറാകാത്തതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട്. ഒരാളെന്നോട് ചോദിച്ചാണ്, അച്ഛാ, ചിലപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നടക്കുന്ന വഴിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും? മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദൈവം എന്ത് വിചാരിക്കുമെന്ന് ജീവിതത്തിൽ കരുതാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. ഒരു നിമിഷം ആ ശിരസിലൊന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പം ആ സമയമായിരിക്കും ദൈവം ആ വ്യക്തിയിലേക്ക് അനുഗ്രഹം വർഷിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒരു ദിവസം ഡിവൈനിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ബസ്സിൽ കയറി പോകുമ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്, അച്ഛാ, അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം മറ്റുള്ളവർക്ക് എന്തു തോന്നും? മറ്റുള്ളവർക്ക് എന്തു തോന്നുമെന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ദൈവത്തിന് എന്തു തോന്നും? ജീവിതത്തിൽ പ്രിയമുള്ളവരെ, തമ്പുരാന്റെ ശുശ്രൂഷ ചെയ്യുന്നതിന്, ദൈവിക വേല ചെയ്യുന്നതിന് ഒരു ഭയവും ജീവിതത്തിൽ വെച്ചു പുലർത്തരുത്. ദൈവിക വേല ചെയ്യുന്നതിന് ഒരു ഭയവും ജീവിതത്തിൽ വെച്ചു പുലർത്താതെ ധീരമായിട്ട് ദൈവ ശുശ്രൂഷ 100% ആത്മാർത്ഥതയോടും വിശുദ്ധിയോടും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ
നമ്മുടെ ശുശ്രൂഷയില, മറിച്ച് എന്താ ദൈവത്തിന്റെ ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ കരുതിക്കൊള്ളും. ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കും. ഏത് വലിയ അഗ്നിഗോളം ചുറ്റും വന്നാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും, ഏത് പേമാരി ജീവിതത്തിൽ വന്നാലും ദൈവം നമ്മളെ ഓരോരുത്തരെയും കരുതിക്കൊള്ളും. കാരണം നാം ചെയ്യുന്നത് നമ്മുടെ ശുശ്രൂഷയല്ല, മറിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷയാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ ദൈവവേല ചെയ്യാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. ഈ തിരുവചന ഭാഗത്ത് നാം ഓരോരുത്തരും കണ്ടുമുട്ടുകയാണ് പ്രിയമുള്ളവരെ. അവൻ സുഖപ്പെടുത്തി, അവരെ സ്പർശിച്ച് അവൻ സുഖപ്പെടുത്തി, തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. ദൈവത്തെ അനുഗമിക്കണം. തമ്പുരാന്റെ കാലടി പാദങ്ങളെ പിൻചെല്ലാനായിട്ട്, അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാനായിട്ട്, അവന്റെ വാക്ക് കേൾക്കാനായിട്ട്, അവന്റെ സ്നേഹത്താൽ ഹൃദയം ജ്വലിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ്, എത്രമാത്രം ദൈവവേലയ്ക്ക്, ദൈവ ശുശ്രൂഷയ്ക്ക് ധീരമായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തി തരുന്നത് ഞാൻ ജീവിതത്തിൽ നേടിയെടുത്ത ഒന്നുമല്ല, മറിച്ച് ഞാൻ ജീവിതത്തിൽ കൊടുത്ത ചില കാര്യങ്ങളാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംതൃപ്തി തരുന്നത് ഞാൻ ജീവിതത്തിൽ നേടിയെടുത്തതൊന്നുമല്ല, മറിച്ച് ജീവിതത്തിൽ ഞാൻ പങ്കുവെച്ചു കൊടുത്ത ദൈവസ്നേഹത്തിൻ്റെ അനുഭവമാണ്. വീണ്ടും ഞാൻ പറയും, ജീവിതത്തിൻ്റെ നന്മയെന്ന് പറയുന്നത് ഞാൻ ഈ ലോകത്ത് ചെയ്യുന്ന സത്കൃത്യങ്ങളാണ്. ജീവിതത്തിൻ്റെ നന്മയും കരുത്തുമെന്ന് പറയുന്നത് ഞാൻ ഈ ലോകത്ത് ചെയ്യുന്ന സത്കൃത്യങ്ങളാണ്. അതിനെ കൃത്യമായിട്ട് അനുഷ്ഠിക്കാനായിട്ട്, അതിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളി ഇതാണ്. തിരുവചനത്തിലേക്ക് നാം നോക്കിയപ്പോൾ നാം കണ്ടുമുട്ടി, ഈശോനാഥൻ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ വലിയ ജനാവലിയുടെ മധ്യേ അവൻ നിൽക്കുമ്പോഴും ഈ അന്ധയാചകന്മാരുടെ നിലവിളി അവൻ്റെ ചെവികളിൽ എത്തി. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ നിലവിളികള്, നമ്മുടെ പ്രാർത്ഥനകള് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നു എന്ന് ജീവിതത്തിൽ ഉറപ്പുവരുത്തുക. ദൈവസന്നിധിയിൽ എത്തുന്നു എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടെ തമ്പുരാന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ ചുറ്റുമുള്ളവർ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ കാണും, ചുറ്റുമുള്ളവർ ഉയർത്തുന്ന തടസ്സങ്ങൾ കാണും. ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഉയർത്താനായിട്ട് എനിക്ക് സാധിക്കണം. ആയിരങ്ങളുടെ നടുവിലായിക്കോട്ടെ, പതിനായിരങ്ങളുടെ മധ്യത്തിലായിക്കോട്ടെ, എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിന് ഒന്നും എനിക്കൊരു തടസ്സമാകരുത്. മൂന്നാമതായിട്ട് ഈശോനാഥൻ എന്നോട് നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോ ചോദിക്കുന്ന നിമിഷം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യം അവൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു നിയോഗമുണ്ടായിരിക്കണം. ഒരു നിയോഗത്തെ അനുനിമിഷം ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനായിട്ട്, ഒരു അനുനിമിഷം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധിക്കണം. അവൻ ജീവിതത്തിൻ്റെ നിയോഗത്തെ സ്വീകരിച്ചുകൊണ്ട് കൃപ ചൊരിയുമ്പോൾ അവയെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവം കൃപ ചൊരിയുമ്പോൾ അവയെക്കുറിച്ച് പരാതിപ്പെടാനോ പരിഭവം വയ്ക്കാനോ അല്ലെങ്കിൽ അവയോട് മറുതലിച്ച് നിൽക്കാനോ എനിക്ക് ജീവിതത്തിൽ അവകാശമില്ല. കാരണം ഞാൻ വെറും ഒരു സൃഷ്ടിയാണ്. സൃഷ്ടാവായവനാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൃപ ചൊരിയുന്നത്. ഞാൻ ആ കൃപയെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഒരല്പം കൂടി അനുഗ്രഹമാക്കാനായിട്ട് എനിക്ക് സാധ്യമാകണം. വീണ്ടും എൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ ചൊരിയുമ്പോൾ, ദൈവം കൃപയുടെ വഴിയെ നടത്തുമ്പോൾ
അവനെ ശക്തമായിട്ട് അനുഗമിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. തമ്പുരാനെ അനുഗമിക്കാനായിട്ട് ശിഷ്യന്മാരെ അവൻ വിളിച്ചു, അവരെ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അനുനിമിഷം ദൈവത്തെ അനുഗമിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ദൈവത്തെ അനുനിമിഷം അനുഗമിക്കാനായിട്ട്, അവൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യമാകാൻ, എൻ്റെ ജീവിതത്തിലൂടെ അവനെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ ജീവിത പ്രവർത്തനങ്ങളിലൂടെ അവൻ്റെ ശുശ്രൂഷ ലോകത്തിന് കൊടുക്കാനായിട്ട്, അപ്രകാരം ദൈവരാജ്യം സ്ഥാപനത്തിൻ്റെ ഭാഗഭാക്കുകളാകാനായിട്ട് നമുക്കൊരോരുത്തർക്കും സാധ്യമാകണം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ഈശോനാഥ, ഭയത്തിൻ്റെ ദുരാത്മാവിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ദൈവകൃപയാൽ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ, ദൈവിക ശുശ്രൂഷയുടെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.